ഭാര്യയ്ക്കും മകൾക്കും കൊച്ചുമക്കൾക്കുമൊപ്പം കഴിഞ്ഞ ദിവസമാണ് ഇടപ്പള്ളി സ്വദേശിയായ രാമചന്ദ്രൻ വിനോദയാത്രയ്ക്കായി ജമ്മു കശ്മീരിലേക്ക് പോയത്. അതെൻ്റെ അനിയനാണ്, എൻ്റെ അമ്മാവൻ്റെ മകനാണ്. നമ്മൾ തീവ്രവാദം എന്നൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ടാണ് നമ്മളെ ഒരു ബന്ധു നഷ്ടപ്പെടുന്ന ആ ഒരു ദുഃഖത്തോടും ഞെട്ടലോടുകൂടി ഞങ്ങളിരിക്കുന്നത്. 2 ദിവസം വളരെ സന്തോഷമായിട്ട് കുടുംബമായിട്ട് കാശ്മീർ പോയിട്ട് വരാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ശരി, സന്തോഷം അടിച്ചു പൊളിച്ച് പോകാമെന്നൊക്കെ പറഞ്ഞു വിട്ടാണ്. പക്ഷേ രാമചന്ദ്രനും എൻ്റെ അച്ഛനും അടുത്ത സുഹൃത്തുക്കളായിരുന്നു. അങ്ങനെ നല്ല ബന്ധമാണ് പണ്ട് പോലെ. എന്നുവെച്ചാൽ വർഷങ്ങൾ എല്ലാ പ്രാവശ്യവും പുള്ളി ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു. 6 മാസം കൂടുമ്പോൾ വരും, കാണും, സംസാരിക്കും, പോവും. ടൂർ അറേഞ്ച് ചെയ്ത് പോയതാണെന്ന് പറഞ്ഞത്. കൊല്ലപ്പെട്ട കർണാടക ശിവമോഗ സ്വദേശിയായ മഞ്ജുനാഥ റാവുവും ഭാര്യയും കൊല്ലപ്പെടുന്നതിന് തൊട്ടുമുമ്പുള്ള ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു. മഞ്ജുനാഥിന്റെ ഭാര്യ പല്ലവിയും കുടുംബവും സുരക്ഷിതരാണ്. സംസ്ഥാനത്ത് നിന്നും ഉദ്യോഗസ്ഥ സംഘത്തെ അയച്ചിട്ടുണ്ട്. മരണപ്പെട്ടവരിൽ നാവികസേന ഉദ്യോഗസ്ഥനും റെയിൽവേ ഉദ്യോഗസ്ഥനുമുണ്ട്. റെയിൽവേ സീനിയർ സെക്ഷൻ എഞ്ചിനീയർ അതുൽ മോനെയും കൊച്ചിയിൽ നാവികസേനയിൽ ലഫ്റ്റനന്റായ ഹരിയാന സ്വദേശി വിനയ് നർവാളുമാണ് കൊല്ലപ്പെട്ടത്. ഒരു നേപ്പാളി പൗരനും ഇറ്റലി, ഇസ്രായേൽ പൗരന്മാരായ മറ്റു 2 പേരും ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.